പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു മരണവാർത്തയുണ്ട്. KMCC നേതാവ് കോമു ഹാജി സൗദിയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹൃദയാഘാതമായിരുന്നു കാരണം. എത്ര പ്രവാസികളാണ് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന്? എത്ര പ്രവാസികൾ, അതും ഒരുപാട് പുരുഷന്മാർ ഹൃദയാഘാതം മൂലം അറ്റാക്കായി മരണപ്പെടുകയാണ്. നിന്ന നിൽപ്പിലും കിടന്ന കിടപ്പിലും നടക്കുന്നതിനിടയിലും മരണപ്പെട്ടു പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ എന്നും മരണത്തിന് വേണ്ടി എന്നും തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മളുടെ ജീവിതവും മരണവും നമ്മെ സന്തോഷത്തിലാക്കി തരും. പടച്ച റബ്ബ് സന്തോഷത്തിലാക്കി തരട്ടെ. പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. ഇദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനും KMCC ബൈസ് ഏരിയ പ്രസിഡന്റുമായ മലപ്പുറം എടരിക്കോട് സ്വദേശി പരത്തിക്കുന്നൻ കോമു ഹാജി, 53 വയസ്സ്. ഹൃദയാഘാതത്തെ തുടർന്ന് സൗദിയിലെ ജിസാനിൽ നിര്യാതനായി. വെള്ളിയാഴ്ച രാത്രി നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. 20 വർഷമായി റബാക്ക്, ജിസാൻ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി റിവൈവ കമ്പനി ബൈ ശാഖ മാനേജറായിരുന്നു. കോമു ഹാജിയുടെ ആകസ്മികമായ വിയോഗം ജിസാൻ KMCCക്ക് തീരാ നഷ്ടമാണെന്ന് സെൻട്രൽ കമ്മിറ്റി നേതാക്കൾ അഭിപ്രായപ്പെട്ടു. മയ്യത്ത് സാബിയ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. കുടുംബവുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMCC വെൽഫെയർ വിംഗ് നേതാക്കൾ അറിയിച്ചു. എന്തെന്നായാലും നല്ലൊരു മനുഷ്യനായിരുന്നു, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. പടച്ച റബ്ബ് അദ്ദേഹത്തിന്റെ നന്മ പ്രവൃത്തികൾ സ്വീകരിക്കുകയും ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആമീൻ. അർഹമുറഹിമായ റബ്ബേ, പ്രവാസിയാണ് റബ്ബേ. ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോയിരിക്കുകയാണ് റബ്ബേ. ഇവരുടെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. ഇവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, മക്കളും ഭാര്യയും കുടുംബവും അടങ്ങുന്ന ഒരു ജീവിതമാണ് റബ്ബേ. ഇവരുടെ കുടുംബത്തിന് നീ തന്നെ സംരക്ഷണം നൽകണേ റബ്ബേ. ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. ഹർഷിന്റെ തണൽ നീ നൽകണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇവരെയും നമ്മെയും ഒന്നിച്ചു കൂട്ടണേ റബ്ബേ. ഹർഷിന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കണേ റബ്ബേ. ഇവരുടെ ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണേ റബ്ബേ. ഒരുപാട് പേര് നമ്മോട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണേ റബ്ബേ. വീടില്ലാത്തവർക്ക് വീടും ജോലിയില്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പലരും പല വിഷമത്തിൽ അകപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും സന്തോഷവും ആനന്ദപൂർവമായ ജീവിതം നീ നൽകണേ റബ്ബേ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പ്രവാസികൾക്കും ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസും സന്തോഷമുള്ള ജീവിതവും നീ നൽകണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് ഏകണേ റബ്ബേ. എല്ലാവരും ആഫിയത്തിന് വേണ്ടി എന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. മരിച്ച മയ്യത്തിന് എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യാൻ ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.